നാളെ IAS അല്ലെങ്കിൽ IPS ആകേണ്ട ഒരു പ്രഗത്ഭയായ ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നു എന്ന് വെച്ചാൽ താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവമാ. അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് CPM ചെയ്തത്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അങ്ങേയറ്റം അഹങ്കാരം കൈമുതലുള്ള ഒരാൾ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. ഈ ആര്യ എന്ത് മാതൃകയാണ് കേരളത്തിന് കാണിക്കുന്നത്? കോമൺ സെൻസും പക്വതയും ഇല്ലാത്ത ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസേരയിൽ കൊണ്ടിരുത്തി ആ കസേരയുടെ വില കൂടി കളഞ്ഞു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്ത് എത്തിയതു മുതൽ വിവാദമല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഉണ്ടാക്കുന്ന വിവാദങ്ങൾ, കുറെ പദ്ധതികൾ കൊണ്ടുവന്ന് കാശടിച്ചു മാറ്റൽ, ഇതൊക്കെയാണ് ആര്യ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. പിന്നെ CPM-കാരിയാണെന്നുള്ള ധാർഷ്ട്യം. അതുകൊണ്ട് തന്നെയാണ് ആര്യ രാജേന്ദ്രനെ ട്രോളന്മാർ എടുത്തിട്ട് ട്രോളുന്നത്. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. തിരുവനന്തപുരത്തുകാർക്ക് പോലും കണ്ടുകൂടാത്ത ഒരു മേയറാണ് ആര്യ. എന്തായാലും ആര്യ ഇനി കുറെ നാൾ എയറിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി പോയിട്ട് വരാം. അല്ലടി എന്തോ മറന്നല്ലോ. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.